മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, നടൻ ദുൽഖറും ഒരു സ്ക്രീനിൽ വരിക എന്നുള്ളത് സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അതിന് കളമൊരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു. സംവിധായകൻ ജയരാജിന്റെ കയ്യിൽ കഥ റെഡിയാണ്. സ്വന്തം കരിയറിൽ ഇത്രയേറെ വ്യത്യസ്തമായ ജോണറുകളിൽ സിനിമകൾ സംവിധാനം ചെയ്ത മറ്റൊരു സംവിധായകനും ജയരാജിനോളം മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. ദേശാടനം, കളിയാട്ടവും ശാന്തവും അണിയിച്ചൊരുക്കിയ അതേ ജയരാജ് തന്നെയാണ് ജോണി വാക്കറും ഫോർ ദ പീപ്പിളിനുമൊക്കെ പിന്നിൽ. മലയാളികൾ എന്നും ഓർക്കുന്ന നർമ്മരംഗങ്ങൾ അടങ്ങിയ തിളക്കവും ദേശീയ അന്തർദേശീയ അവാർഡുകളിൽ തിളങ്ങിയ ഒറ്റാലും സംവിധാനം ചെയ്തത് ഇതേ ജയരാജ് തന്നെ. എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ സിനിമകളെന്ന ചോദ്യം ജയരാജിനോട് ചോദിക്കുകയാണെങ്കിൽ, അടിസ്ഥാനപരമായി ഞാൻ ഇപ്പോഴും ഒരു പ്രേക്ഷകനാണ് എന്നാണ് ജയരാജ് പറയുന്നത്. രജനീകാന്തിന്റെ സിനിമയും കാനിലിന് അടക്കം വരുന്ന ചിത്രങ്ങളും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ തനിക്ക് കഴിയാറുണ്ടെന്നും ജയരാജൻ പറയുന്നു. മുകേഷ്, ഉണ്ണി മുകുന്ദൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ കാതികന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിലെ തന്റെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളായ ജോണി വാക്കർ എന്ന സിനിമയെക്കുറിച്ചും ജയരാജ് തുറന്ന് സംസാരിക്കുന്നു. മമ്മൂട്ടി നായകനായ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ സ്വാമിയെ അവതരിപ്പിക്കാൻ ലാലിനെ വിളിച്ചിരുന്നു. എന്നാൽ ഞാനെങ്ങുമില്ല, വേറെ പണി നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടി. കളിയാട്ടം വന്നപ്പോഴും അദ്ദേഹം സമീപിച്ചു. പിന്നീട് സിദ്ദീഖ് പറഞ്ഞിട്ടാണ് ലാല് വരുന്നതെന്നും ജയരാജ് പറയുന്നു. ഹൈവേ 2 ചെയ്യാനായി എല്ലാ തയ്യാറെടുപ്പുകളും നടന്നിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളാലാണ് അത് മാറ്റിവെച്ചത്. ജോണി വാക്കർ 2 ചെയ്യാനായി മമ്മൂക്കയോടും ദുൽഖർ സൽമാനോടും സംസാരിച്ചിരുന്നു. ആ ചിത്രത്തിന്റെ കഥയെല്ലാം റെഡിയാണ്. ചിത്രം വന്നാൽ ഹിറ്റുമായിരിക്കും. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം മാറ്റിവെച്ചതാണ്, ഉപേക്ഷിച്ചിട്ടില്ല. 90-ൽ ഇറങ്ങിയ ജോണി വാക്കർ ഇപ്പോഴും ഫാഷനിലും പാട്ടിലുമൊക്കെ ട്രെൻഡ് സെറ്ററായി നിൽക്കുന്നു. ജാസി ഗിഫ്റ്റ് ഹിറ്റായതും ഫോർ ദ പീപ്പിളിലൂടെയാണ്. ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. അല്ലാതെ വലിയ അറിവൊന്നും ഇക്കാര്യത്തിലില്ല. നമുക്ക് ഇഷ്ടമാകുന്നത് പ്രേക്ഷകർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദേശാടനത്തിനുമൊക്കെ അങ്ങനെയാണ്. യൂത്തിനെ നിരന്തരമായി നിരീക്ഷിക്കും. അവരുടെ മാറി മാറി വരുന്ന അഭിരുചികളും മറ്റും നോക്കി മനസ്സിലാക്കും. നമുക്ക് പ്രായമാവാൻ സമയമില്ലെന്ന തീരുമാനം വേണം. ഇപ്പോഴും പബ് ലൈഫൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. വിദേശത്തൊക്കെ പോകുമ്പോൾ റിമോട്ടായിട്ടുള്ള പബ്ബിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാനെന്നും ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് മമ്മൂട്ടിയെയും ദുൽഖറിനെയും ഒരു ഫ്രെയിമിൽ കാണുക എന്നുള്ളത് വിഫലമാവുമോ എന്ന് ഉടൻ അറിയാം.